അതിൻ്റെ കാര്യങ്ങളെല്ലാം വന്നില്ല. കേരളീയം വന്ന് നടപ്പിലാക്കുമ്പോൾ വാസ്തവത്തിൽ കേരളത്തെ ഒന്ന് ബ്രാൻഡ് ചെയ്യാൻ, ഭാവിയിൽ നല്ലതുപോലെ കേരളത്തെ ബ്രാൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സംഗതി എന്ന നിലയിലാണ് കണ്ടത്. അതിനകത്തൊരു ഉത്സവം എന്ന നിലയിലല്ല നമ്മൾ കണ്ടത്. വാസ്തവത്തിൽ കേരളത്തിനകത്തേക്ക് ആൾക്കാർക്ക് വരാനും, പുറത്തുള്ള മലയാളികൾ മാത്രമല്ല, അതിനകത്ത് കേരളത്തിനെ ഒന്ന് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ്, അല്ലാതെ വേറൊരു തരത്തിലല്ല. ധാരാളം കച്ചവടം, ടൂറിസം എല്ലാം വരിക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച് ആവശ്യമാണ്. ഇപ്പോൾ ദുബായ് ഫെസ്റ്റിവൽ പോലെ ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. നമുക്ക് ഓണം ധാരാളം ആളുകൾ വരും, ടൂറിസം അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ. നമ്മളിപ്പം ചാമ്പ്യൻസ് ലീഗ് വള്ളംകളി, അന്ന് കൺസെപ്റ്റ് എന്താ? അതൊരു ഒരു ഒരു മാസം നീണ്ടു നിൽക്കുന്ന വള്ളംകളികൾ, ആ സമയത്ത് ടൂറിസത്തിന് ആൾ വരും എന്ന് പറയുന്ന പോലെ കേരളീയത്തിൻ്റെ കൺസെപ്റ്റ് അതാണ്. കേരളത്തിൽ ധാരാളം എക്സിബിഷനുകൾ, ഞാൻ പറഞ്ഞത് വെറും പ്രദർശനം, കലാപരിപാടി മാത്രമല്ല, കേരളത്തിൻ്റെ തനതായ ഉൽപ്പന്നങ്ങളൊക്കെ വികസിപ്പിക്കാൻ പറ്റുന്ന കാര്യം. ഇത് ഒരുപക്ഷെ ഇപ്പം നമ്മളത് മനസ്സിലാക്കുന്നത് പോലെ ആയിരിക്കില്ല കുറേ കഴിയുമ്പോൾ. ലോക കേരള സഭ ഉണ്ടായതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് ചെറുതായിട്ട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും എത്രയോ വരും. ലോകത്താകെയുള്ള മലയാളി ഏത് സ്ഥലത്തും, വളരെ കുറച്ച് സ്ഥലം ഒഴിച്ച് ബാക്കി എവിടെയും നമ്മുടെ അംബാസഡേഴ്സ് എവിടെയുണ്ട്. ഏതൊരു ആവശ്യം വന്നാലും മലയാളികളുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. അവരെ ഒന്ന് ഒരു ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുന്നതിനും അവരെ തിരിച്ച് കേരളത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതിനൊക്കെയുള്ള വലിയ സംഗതികളാണ്. ഇപ്പം തന്നെ ടെക്നോളജി മേഖലയിലെ ഒരു സെഷനിൽ ഞാനിവിടെ പങ്കെടുത്തിരുന്നു. സ്പെസിഫിക് ആയിട്ട് ഓരോ സെഷനുകളിൽ ചെയർ ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും ഒക്കെ ഉള്ളതിനകത്ത് എനിക്ക് ആ മേഖലയിലായിരുന്നു. അപ്പോൾ ലോകത്തെ പ്രശസ്തമായ പല സർവകലാശാലകളിലെയും റിസർച്ച് സെൻറ്ററിലും വർക്ക് ചെയ്യുന്ന സയൻറ്റിസ്റ്റുകൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകളൊക്കെ അവിടെ വന്നിരുന്ന് കണ്ടു. അതിനകത്ത് വന്നവരെ അതിൽ പങ്കെടുത്തിട്ടുള്ളൂ. എത്ര പേര് കാണും ഇതുപോലെ? എത്ര പേര് ഇതേപോലെ കാണും? അപ്പോൾ ഇവരെയെല്ലാം നമുക്ക് ലോകത്തുള്ള ആളുകളെയൊക്കെ കൂട്ടി യോജിപ്പിച്ച് നമ്മുടെ കേരളത്തിന് സഹായകരമായ രീതിയിൽ മാറ്റാൻ പറ്റും. പ്രത്യേകിച്ചും ഇന്ന് ടെക്നോളജി വളരെയേറെ വർദ്ധിച്ചിരിക്കുന്ന കാര്യത്തിൽ, മെച്ചപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കാര്യമെന്ന നിലയിൽ അതിനെ കാണാൻ പറ്റണം. അത് ഇതെല്ലാം ആർഭാടം നടത്താൻ വേണ്ടി മാത്രമാണ് എന്ന് പറയാൻ, ഇവിടെ സാധാരണക്കാർക്ക് പെൻഷൻ പോലും കൊടുക്കുന്നില്ല, അപ്പോഴാണല്ലോ ഈ കേരളീയം നടത്തുന്നത് എന്നെല്ലാം പറയുന്ന തരത്തിലേക്ക് പ്രചരണം നടത്തുകയാണെങ്കിൽ അതും ആളുകളുടെ മനസ്സിലേക്ക് പോകും. പക്ഷേ കേരളം എന്ന് പറയുന്നൊരു സംസ്ഥാനത്തിനെ ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയാണ് കേരളം എന്ന ബോധത്തോടുകൂടി നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചാലോ? അതിനു കൂടിയുള്ള ശ്രമം ഉണ്ടാവണം. അതിൻ്റെ കണക്കൊന്നും സുതാര്യമായി പുറത്തുവിടാതിരിക്കുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അല്ല, അങ്ങനത്തെ ഇവിടെ ഗവൺമെന്റിന്റെ ഒരു കണക്കും എല്ലാം സുതാര്യമാണ്, ആർക്കും പുറത്തുവിടാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഏറ്റവും ഫൈനൽ അക്കൗണ്ട് കിട്ടിയില്ല എന്നുള്ളതായിരിക്കും അല്ലേ? എന്തായാലും ഇതുവരെ ഉള്ളത് കിട്ടി, ബാക്കി ക്രോഡീകരിച്ച് തരുമല്ലോ, കിട്ടുമല്ലോ. അല്ല, അത് കിട്ടും. ഞാൻ പറഞ്ഞ അത് കിട്ടും. പക്ഷെ ഇവിടെ ഇന്നത്തെ പ്രധാനപ്പെട്ട അജണ്ട നമ്മുടെ കേന്ദ്രത്തെ ബഡ്ജറ്റാണേ. മറ്റേത് നോക്കുകയാണെങ്കിൽ പ്രത്യേകം നോക്കൊന്നിരിക്കാം. പക്ഷെ കേന്ദ്ര ബഡ്ജറ്റും 23-ാം തീയതി നിങ്ങളുടെ എല്ലാം കൂടെ വാർത്ത പോസിറ്റീവായിട്ട് കേരളത്തിന് വേണ്ടി വന്നാൽ, കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനും അവരുടെ ഉദ്യോഗസ്ഥരും എല്ലാം കേരളത്തിന്റെ ജെനുവിനായ ഡിമാൻഡാണെന്ന് വായിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവർക്ക് ഇവിടുന്ന് എല്ലാം ഉള്ള റിപ്പോർട്ടുകൾ കിട്ടും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. കേരളത്തിന് ഞാനീ പറഞ്ഞ ഇത്രയേറെ കിട്ടാനുള്ള അർഹതയുള്ള കാര്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് കേരളം. മലയാളികളാണ് ഡൽഹിയിലെ പത്രക്കാരുൾപ്പെടെ, ഡൽഹിയിലെ പ്രധാനപ്പെട്ട പല മേഖലകളിലും ഉണ്ട്. അപ്പം നമ്മുടെ ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൂടി വിവിധ ഭാഷകളിൽ ഉള്ള ചാനലുകളുള്ളവരാണ് നിങ്ങളൊക്കെ. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നത് നന്നാവും. അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യത്തിന് കേരളത്തിന് സഹായകരമായിട്ടുള്ള നിലപാട് എടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.